ഹലോ ഗായ്സ്, വെൽക്കം ടു സറാസ് വേൾഡ്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ, ഇന്ന് മറ്റൊന്നുമല്ല, ഇന്ന് കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ച് കളയാമെന്ന് കരുതി ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. അങ്ങനെ 3 ചക്ക എടുത്തിട്ടുണ്ട്. ഇവിടെ ലക്ഷദ്വീപിൽ ചക്കയായിട്ടുള്ളത് ഈ ചക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതിനെ ഈ ചക്കയെന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ തോണ്ടോ വൃത്തിയായി കഴുകിയ ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിനെ കഴുകിയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസുകളാക്കിയ ശേഷം പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ കഴുകി വയ്ക്കും. ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ വെള്ളം കളയാനായിട്ട് വയ്ക്കും. പിന്നെ അധിക പേരും ഇതിനെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ ശേഷം പിന്നെ അതിനെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെച്ച ശേഷമാണ് അധിക പേരും പൊരിച്ച് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയല്ല, ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇത്ര വലുപ്പത്തിൽ അരിഞ്ഞ ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിനെ കഴുകി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഇതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ കൂടി കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതിനെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇതിനെ വീണ്ടും ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞ ശേഷം വേണമെങ്കിൽ ചിലർ കഴുകുന്നുണ്ട്. കഴുകി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കഴുകി പിന്നെ വെള്ളം പോയിട്ട് പൊരിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഞാനെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം അടുപ്പിലേക്ക് തീ കത്തിച്ച ശേഷം ഞാനൊരു ചമ്പ് വെച്ച് അതിലേക്ക് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, ഈ ഉപ്പ് മതി ഇത് ഈ എണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം ഇതിടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ ഇത് ഇങ്ങനെ പൊരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമുക്കറിയും, പൊരിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ക്രിസ്പി രൂപത്തിലുള്ള നമ്മൾക്കിങ്ങനെ പൊരിക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഏകദേശം ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത്രയ്ക്ക് ക്രിസ്പി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവില്ലേ. അങ്ങനെ ആകുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും. ഫുള്ളും ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറം വെന്ത് കിട്ടും, അകം വെന്ത് കിട്ടത്തില്ല, അല്ലെങ്കിൽ പുറം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കരിഞ്ഞ ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഒട്ടും രസമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് തന്നെ അവസാനമാകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കോരിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിതാ ഒരു സെറ്റ് ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 ട്രിപ്പ് ഇതിടാൻ ഉണ്ട്. അപ്പോൾ എല്ലാം ഇട്ടൊന്ന് വറുത്ത് കോരട്ടെ. അങ്ങനെ എല്ലാം വറുത്ത് കോരിക്കഴിഞ്ഞു. കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ഇങ്ങനെ പൊരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് പകുതിയോളം വീട്ടിലുള്ളവർ തിന്ന് തീർക്കും. അതാണല്ലോ പതിവ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസാണ് നമ്മുടെ ഈ ചക്ക പൊരിച്ചത്. നമുക്ക് ആർക്കെങ്കിലും ഗസ്റ്റിന് വേണ്ടി കൊടുത്തയക്കാം, കൂട്ടുകാർക്കൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണ് നമ്മുടെ ചക്ക പൊരിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.